എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള കാടമുട്ട കൊണ്ട് ഒരു സ്പെഷ്യൽ തോരൻ ഉണ്ടാക്കിയാൽ എങ്ങനെയുണ്ടാവും? അതാണിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. കാടമുട്ട പൊട്ടിച്ചൊഴിച്ചത് 10 എണ്ണം, ചെറുതാക്കി എരിഞ്ഞ തക്കാളി 1, 3 പച്ചമുളക് എരിഞ്ഞത്, അരിഞ്ഞെടുത്ത ഉള്ളി 1 പിടി, കാപ്സിക്കം എരിഞ്ഞത് 1, ചെറുതാക്കി എരിഞ്ഞ ക്യാരറ്റ് 1, മല്ലിയില കുറച്ച്, കുരുമുളക് പൊടി 1 ടീസ്പൂൺ, കറിവേപ്പില 3 ഇതൾ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഒരു സവാള എരിഞ്ഞത്, ഉപ്പ് പാകത്തിന്. പൊട്ടിച്ചൊഴിച്ച കാടമുട്ടയിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക. അടുപ്പിൽ വെച്ച് ചട്ടി ചൂടാകുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായ ശേഷം ഒരു സവാള എരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കി കൊടുക്കുക. സവാള ബ്രൗൺ കളറാവുമ്പോൾ കോരിയെടുത്ത് മാറ്റി വയ്ക്കണം. ബാക്കിയുള്ള ചേരുവകളായ ചെറിയ ഉള്ളി അരിഞ്ഞതും, ക്യാരറ്റ് അരിഞ്ഞതും, കാപ്സിക്കം അരിഞ്ഞതും, തക്കാളി അരിഞ്ഞതും, പച്ചമുളക് അരിഞ്ഞതും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ചട്ടുകം കൊണ്ട് നന്നായി ഇളക്കി കൊടുക്കുക. ഒരു 4 മിനിറ്റോളം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. പാകത്തിന് ഉപ്പിട്ട ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. മാറ്റിവെച്ച കാടമുട്ട മിശ്രിതം ഇതിലേക്കൊഴിച്ച് ചട്ടുകം കൊണ്ട് എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യുക. 3 മിനിറ്റോളം ഇളക്കുക. ബാക്കിയുള്ള ചേരുവയായ കറിവേപ്പിലയും മല്ലിയിലയും ഇതിനു മുകളിൽ വിതറിക്കൊടുക്കുക. അല്പസമയം ഇളക്കിയതിന് ശേഷം വാങ്ങി വയ്ക്കുക. അതൊരു പാത്രത്തിലേക്കിട്ട് വറുത്ത് കോരി വെച്ച് സവാളയും കുരുമുളക് പൊടിയും മുകളിൽ വിതറിക്കൊടുക്കുക. അതീവ രുചിയുള്ള സ്പെഷ്യൽ കാടമുട്ട തോരൻ റെഡിയായി. വീട്ടിലുള്ള എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമാവും ഇതിൻ്റെ രുചി. നിങ്ങളിത് ഇപ്പോൾ തന്നെ ഉണ്ടാക്കി നോക്കൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും സബ്സ്ക്രൈബ് നൽകി എന്നെ പിന്തുണയ്ക്കൂ. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയിൽ ബൈ.